കുട്ടൂസനും ലുട്ടാപ്പിയും പുട്ടാലുവിൻ്റെ ഗുഹയ്ക്കു മുന്നിൽ. ഞാൻ തന്നെ കയറണോ? എൻ്റെ അമ്മാവനല്ലേ, അമ്മാവൻ്റെ ഗുഹയല്ലേ, ധൈര്യമായിട്ട് കയറടാ. അതാ ഒരു ധൈര്യക്കുറവ്. പുട്ടാലു വരുന്നുണ്ടോയെന്ന് ഞാൻ നോക്കിക്കോളാം, നീ കയറ്. മാന്ത്രിക സാധനം വല്ലതും തടഞ്ഞാൽ മതിയായിരുന്നു. കിട്ടി, 2 മോതിരം. ഒന്ന് നിനക്കും ഒന്ന് എനിക്കും അല്ലേ? ഹഹാ, നമ്മൾ ഓരോന്നെടുത്താൽ പണി കിട്ടും. അതെന്താടാ? ഈ കുറിപ്പിൽ എഴുതിയത് കണ്ടോ, മുട്ടൻ അടിയുണ്ടാക്കുന്ന മോതിരമായതെന്ന്. ഇത് രണ്ടും ഓപ്പോസിറ്റ് മോതിരമാ, തൊടുന്നവർ തമ്മിൽ പൊരിഞ്ഞ വഴക്കാവും. ഓപ്പോസിറ്റോ? നീലമോതിരം ഒരാളും പച്ചമോതിരം വേറൊരാളും തൊട്ടാൽ അവർ ശത്രുക്കളാവും. വിരലിടേണ്ട ഒന്ന് തൊട്ടാൽ പോലും കുഴപ്പമാവും. ഓ, അതാണല്ലേ രണ്ടും പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്. എടാ, ഇത് നമുക്ക് ആ രാജുവിൻ്റെയും രാധയുടെയും വീട്ടിൽ കൊണ്ടിടാം. ശരിയാ, മോതിരമിട്ടാൽ രണ്ടാളും അടിച്ചു ചത്തോളും. ഹിഹി. മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. തൊട്ടാൽ വഴക്കടിക്കും അല്ലേ? എങ്കിൽ സൂത്രമുണ്ട്. മോതിരം കളയരുത്. റിസ്ക് എടുത്ത് അടിച്ചു മാറ്റിയതാ. പേടിക്കണ്ട, എൻ്റെ കയ്യിൽ ഇത് സുരക്ഷിത. പെട്ടി താനെ തുറന്നു. അയ്യോ, പറന്നു. പെട്ടി പറന്നോ? പെട്ടിയല്ല, മോതിരം. എന്താടാ ഇത്? മോതിരം തട്ടിക്കളഞ്ഞോ? അയ്യോ, ഞാനല്ല. നീയല്ലേ? പിന്നെ ആരാ? വലതു കൈയാ. അത് ഇടതു കൈയിൻ്റെ ശത്രുവായി. അയ്യോ, ഇടതു കൈ തിരിച്ചടിച്ചു. ബെസ്റ്റ്, മറ്റേ മോതിരം പോയി. അമ്മേ, വലതു കൈ ഇടതു കൈയുടെ കഴുത്തിന് പിടിച്ചു. കയ്യിന്ന് കഴുത്തോ? ഇടതു കൈ കുതറി മാറി. അയ്യോ, മാറല്ലേ. ഹാവ്, വലതു കൈ പിടിവിട്ട് കുന്തത്തിൽ പിടിച്ചു. പിടിവിടല്ലേ. താഴേക്ക് വരുന്നു. പിടിയടാ. അയ്യോ, തൊട്ടാൽ കുഴപ്പമാ. എടാ, 2 പേർ തൊട്ടാലല്ലേ കുഴപ്പം, നീ മാത്രം തൊട്ടാൽ നോ പ്രോബ്ലം. ഒരെണ്ണം കിട്ടി. മറ്റേത് ഈ വശത്താ. ഈ വശത്ത് കൊണ്ട് വന്നത് വെറുതെ അല്ല. ഹഹാ, അതും കിട്ടി. ഉഗ്രൻ ഖേൽ. ഹിഹി ഹിഹി. 2ഉം കിട്ടി. വലതു കൈ കുന്തം വലിച്ചെടുത്ത് ഇടതു കൈയിന് ഒറ്റക്കുത്ത്. അമ്മ. ഹഹാ, ലുട്ടാപ്പി ബോധം കെട്ടു. പക്ഷെ കൈകൾ വഴക്കു നിർത്തിയിട്ടില്ല. എന്നാലും പെട്ടി എങ്ങനെ തുറന്നു? മോതിരം എങ്ങനെ പറന്നു? എല്ലാം മായാവിയുടെ വിദ്യയെന്ന് കുട്ടൂസിന് മനസ്സിലായില്ല. ഹഹാ. മടങ്ങുന്ന വഴി മായാവി ഒരു കാഴ്ച കണ്ടു. വഴക്കടിക്കുന്ന 2 തെങ്ങുകൾ. ഹഹാ, മോതിരം എവിടെയാണ് വിട്ടതെന്ന് ഇപ്പം പിടികിട്ടി.